എനിക്ക് വിശക്കുന്നുമ്മ. വാ ഉമ്മ. മോളെ കുറച്ച് കഴിയട്ടെ മോളെ. ഉമ്മ ഈ പൂ കെട്ടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാം. മോള് പോയി കളിച്ചിട്ട് വാ. വിശക്കുന്നുമ്മ. ചെല്ലു മോളെ, പോയി കളിച്ചിട്ട് വാ. മാമ, എന്റെ മുട്ടായി എവിടെ? മാമ മുട്ടായി മേടിക്കാൻ മറന്നുപോയി മോളെ. നാളെ വാങ്ങി തരാം കേട്ടോ. അംജിത്തെ പന്ത് എനിക്കും കൂടെ കളിക്കാൻ തടാ. തരില്ല. അസിം ഭായ്, കേരളത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്ത സ്ഫോടനത്തിന്റെ വിജയം ഈ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരന്മാർ ആഘോഷിക്കുകയാണ്. ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭായിക്കുള്ളതാണ്. ഭായിയുടെ ബുദ്ധിപൂർവമായ കരുനീക്കങ്ങളാണ് ഈ വിജയത്തിന് പിന്നിൽ. അള്ളാഹുവിന്റെ നാമത്തിൽ അത് ഞാൻ അറിയിക്കട്ടെ. ഇല്ല അസിം ഭായ്, ഇതിന് ഞാനൊരു നിമിത്തം മാത്രം. നമ്മുടെ എത്രയോ സഹോദരന്മാർ ജിഹാദിനായി ജീവത്യാഗം ചെയ്യുന്നു. അവരുടെ ആത്മസമർപ്പണം വിലമതിക്കുന്നതിനും അപ്പുറത്താണ്. നമ്മുടെ പുതിയ പോരാട്ടങ്ങൾക്കുള്ള പോരാളികളുടെ പരിശീലനം തുടരുക. അന്തിമ വിജയം നമ്മുടേതായിരിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. डरना मत, तू एक मुजाहिदीन है, जिहाद के लिए अपनी जिंदगी कुर्बान करने वाला। ए मुजाहिदीनों, आज हम एक जंग के सामने हैं। एक दिन ये पूरी दुनिया हमारी हो जाएगी। सारे लोग हमारे तलवे चाटते रहेंगे। मेरे भाइयों, आज हिंदुस्तान के सारे अविश्वासी हमसे खौफा रहे हैं। केरल में हमने जो बम ब्लास्ट किए थे वो बहुत ही अच्छा था। वहाँ सैकड़ों लोगों को हमने मारा और इस बम ब्लास्ट की जिम्मेदारी हमने ले ली। जो बम ब्लास्ट केरल में हुआ था उसकी दाद हमने तहे दिल से उन्हें दे दी।
മതപരമായ കാര്യങ്ങൾ ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയല്ല ബാപ്പു, കുറേയേറെ സംശയങ്ങൾ എനിക്ക് ചിലതൊക്കെ അറിയണമെന്ന് തോന്നുന്നു. അതൊക്കെ നീ സ്വയം അറിഞ്ഞോളൂ. അതിന് സമയമാവുമ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം നിന്റെ കർത്തവ്യം, കടമ. അതിൽ മാത്രം ശ്രദ്ധിക്കുക. എനിക്ക് മടുത്തു ആ മഹാനഗരം. വല്ലാത്തൊരു ഒറ്റപ്പെടല അവിടെ. അന്നേ ഞാൻ പറഞ്ഞതാ പഠിത്തമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ ഒരു ക്ലിനിക്കിലെങ്ങാനും കൂടിക്കൊള്ളാമെന്ന്, ഒരു സാധാ ഡോക്ടറായിട്ട്. അപ്പോൾ സമ്മതിക്കണ്ടേ രണ്ടാളും? MD സ്പെഷ്യലൈസേഷൻ. എന്നിട്ടോ ഞാൻ ഇനി അവിടെ ഇല്ല ബാപ്പു. എന്തൊക്കെയാ ഈ കുട്ടി ചിന്തിച്ചു കൂട്ടുന്നത്? നിന്റെ ഈ മാറ്റം എനിക്ക് തീരെ മനസ്സിലാവാത്ത. കളിയില്ല, ചിരിയില്ല. എവിടെ പോയി കണ്ണാ നിന്റെ ആ പഴയ സന്തോഷമൊക്കെ? നീ പഠിപ്പൊക്കെ തീർന്ന് മടങ്ങി വരുന്നതും കാത്തിരിക്കുക ഞങ്ങള്. നേര് പറഞ്ഞ ആ കാത്തിരിപ്പ് തന്നെയാ ഞങ്ങളുടെ ജീവിതം. ജാവേദ്, വൈദ്യവൃത്തി വെറും ഒരു തൊഴിലായിട്ട് കാണരുത്. മഹത്തായ ഒരു സാമൂഹ്യ സേവനമാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവം തന്നൊരവസരം. അത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാ ദൈവത്തോടുള്ള കടമ നമ്മൾ നിറവേറ്റേണ്ടത്. തെയ് തെയ് താ തി തെയ് തെയ് താ താ തെയ് തെയ് താ തെയ് തെയ് താ തെയ് തെയ് താ തി തെയ് തെയ് താ താ തെയ് താ താ തെയ് താ താ. മാമന്റെ കൂടെ നമുക്ക് ടാറ്റ പോവാമോ? പാർവതി ചേച്ചി വീട്ടിലില്ലേ? അമ്മ വീട്ടിലുണ്ട്. 2 ദിവസമായി കണ്ടിട്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ക്ഷീണമാണല്ലോ കുട്ടി നിനക്ക്. റെസിഡൻസ് അഡ്രസ്സും ഇതിലുണ്ട്. നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം. ആ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താ. അറിയാം. വാ മക്കളെ. എന്നാ മടങ്ങുന്നേ? നാളെ പോണം. ഞങ്ങളിനിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോവുള്ളൂ. വ്യാഴാഴ്ച അല്ലേ നന്ദേട്ടാ? അതിനിവര് വല്ലപ്പോഴും കൂടിയല്ലേ വരുന്നത്. ശരി, സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്. ശരി, ഇറങ്ങാൻ ചേട്ടാ.